എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അൾട്രാ ലക്ഷറി ഇൻഡിപെൻഡൻറ്റ് ഹൗസാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ട്രിവാൻഡ്രാണ്. ട്രിവാൻഡ്രത്ത് കാര്യവട്ടത്താണ് നമ്മുടെ ഈ ഒരു വീടിരിക്കുന്നത്. അപ്പോൾ അൾട്രാ ലക്ഷറി എന്ന് പറയുന്ന പോലെ തന്നെ ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളൊരു വീടാണിത്. ശരിക്കും പറഞ്ഞതൊരു അമേരിക്കൻ സ്റ്റൈൽ ഹൗസാണ്. അതായത് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് അദ്ദേഹം അമേരിക്കയിൽ ബിൽഡറാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഒരു വീട് വെക്കുന്നത്, അതേ സ്പെക്കിൽ അതുപോലത്തെ ഒരു വീട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ട്രിവാൻഡ്രത്ത് റിക്രിയേറ്റ് ചെയ്തിരിക്കുക എന്ന് തന്നെ പറയാം. അത്ര ഭംഗിയായിട്ട് അത്രയും ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മൾ ഈ ഒരു വീട് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലൊക്കേഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കാര്യവട്ടത്താണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള കുറച്ച് ലാൻഡ് മാർക്സ് നോക്കാം. കാര്യവട്ടം നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് ഇതിൻ്റെ ഏറ്റവും അടുത്ത ലാൻഡ് മാർക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് ഈ ഒരു പ്ലേസിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 750 മീറ്ററാണ്. അതുപോലെ നമ്മുടെ NH47 നിന്ന് 1 കിലോമീറ്ററാണ് നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയും. അതുപോലെ ടെക്നോ പാർക്ക് ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സിലെത്താൻ പറ്റും. ലുലു മാൾ ആണെങ്കിൽ ഒരു 15 മിനിറ്റ്സിലെത്താം. എയർപോർട്ട് ആണെങ്കിൽ നമുക്കൊരു 20-25 മിനിറ്റ്സിൽ റീച്ച് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ ലൊക്കേഷനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഏരിയയാണ്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സീനിക് വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമുക്ക് ട്രിവാൻഡ്രം കാണാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും ഹൈറ്റുള്ളൊരു ഏരിയയിൽ ഇരിക്കുന്ന ഒരു വീടാണ് ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു അമേരിക്കൻ സ്റ്റൈൽ ഹൗസാണ്, ഒരു അൾട്രാ ലക്ഷറി ഹൗസാണ്. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും 2 ഓപ്ഷൻ ഉണ്ട് ഇതെടുക്കുന്ന കസ്റ്റമേഴ്സിന്. ഒന്ന്, ഈ വീടിരിക്കുന്നത് 10.5 സെൻറ്റിലാണ്. 10.5 സെൻറ്റിൽ 3750 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. 3 നിലയാണ്. നമുക്കിതിൽ ഹോം ലിഫ്റ്റ് ഒക്കെ ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞൊരു പ്ലഗ് ആൻഡ് പ്ലേ ഹൗസ് എന്ന് പറയാം. അതായത് നമുക്ക് വേറെ ഫേർണിച്ചേഴ്സ് മാത്രം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി. ബാക്കി എല്ലാം കൂടുതലും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ വീട്ടിലെല്ലാം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു 10.5 സെൻറ്റും 3750 സ്ക്വയർ ഫീറ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 4 CR ആണ്. ഇനി ഇപ്പോൾ ചിലർ വരുമ്പം അവർക്ക് കുറച്ചും കൂടെ ലാൻഡ് വേണം, ഞങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്യണം, ഒരു നല്ല ഗാർഡൻ ഏരിയ വേണം, ഒരു ബാർബിക്യൂ സെൻ്ററൊക്കെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയുള്ളവർക്ക് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് തന്നെ ഒരു 8.5 സെൻറ്റും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 19 സെൻറ്റാവും. 19 സെൻറ്റും 3750 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടും കൂടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ആസ്കിങ് പ്രൈസ് എന്ന് പറയുന്നത് 5.5 കോടിയാണ്. അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 10.5 സെൻറ്റും 3750 സ്ക്വയർ ഫീറ്റാണ് എടുക്കുന്നതെങ്കിൽ 4 കോടിയാണ്. 19 സെൻറ്റും ഈ പറഞ്ഞ 3750 സ്ക്വയർ ഫീറ്റും കൂടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു 5.5 കോടിയാണ് കോസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞ ഒരു 4 BHK ഹൗസാണ്. അപ്പോൾ 4 ബെഡ്റൂം എന്ന് പറഞ്ഞാൽ 4 ബെഡ്റൂമും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീടാണിത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എലിവേഷൻ തന്നെയാണ്. ആ ഒരു അമേരിക്കൻ സ്റ്റൈലിൽ ചെയ്തിരിക്കുന്ന ഒരു എലിവേഷൻ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു എടുത്ത് പറയാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഈ വീട്ടിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ്, ഫെസിലിറ്റീസ് അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ വാക്ക് ത്രൂവിലേക്ക് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പിന്നെ നമുക്കിവിടെ 6 കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സിറ്റിയുടെ അടുത്താണ്, എന്നാൽ കുറച്ച് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിൽ താമസിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു വീടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ശരിക്കും പറഞ്ഞാൽ കാണിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു വീടിനെ കുറിച്ച് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഫെസിലിറ്റീസും ഒത്തിരി ഫീച്ചേഴ്സും നമുക്ക് ശരിക്കും പറയാനുണ്ട്. അപ്പോൾ അത് ഒരു വ്ളോഗിൽ നമ്മൾ പറയാൻ നോക്കുമ്പോഴത്തെ പ്രശ്നം ഒത്തിരി ലെങ്തി ആയി പോകും വ്ളോഗ്. അപ്പോൾ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. പിന്നെ വാക്ക് ത്രൂവിൽ വരുമ്പോൾ അതിലും കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്ളോഗൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതും കൂടെയൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. ഇതിൻ്റെ ഒരു മേജർ ഫീച്ചേഴ്സ് ഞാൻ പറയാം. നമുക്കിപ്പോൾ ഇതിൽ ഇൻ്റർകോം ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്, 6 സെക്യൂരിറ്റി ക്യാമറാസ് കൊടുത്തിട്ടുണ്ട്, മോഷൻ ഡിറ്റക്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, LED സ്ട്രിപ്സ് നമ്മൾ ഫുള്ള് വീടിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രി ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് വീട് കാണാനായിട്ട്. പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ് കോർണീഷാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് നമ്മൾ ഈ ഒരു വീട്ടിൽ മുഴുവൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു വാട്ടർ സോഴ്സ് എന്ന് പറയുമ്പം ഒരു 6000 ലിറ്ററിൻ്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് KWA കണക്ഷനാണ് മെയിനായിട്ടുള്ള വാട്ടർ സോഴ്സ് വരുന്നത്. പിന്നെ ഹോം ലിഫ്റ്റൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വുഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ടീക്ക് വുഡാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 8 AC
സികൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഗാർഡനൊക്കെ നനയ്ക്കാനൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് സ്പ്രിംഗ്ലർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞൊരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് ഈ ഒരു ഇൻട്രോയിൽ പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് ഞാൻ ഡെഫിനറ്റ്ലി ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് എന്തായാലും ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ വാക്ക് ത്രൂയിലേക്ക് പോകാം. നമ്മുടെ ഈ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്കൻ സ്റ്റൈൽ വില്ലയുടെ വിശേഷങ്ങളാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഈ ഒരു വില്ലേനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു എലിവേഷനും അതുപോലെ തന്നെ ഒരു കളർ തീം ഇവർ കൊടുത്തിരിക്കുന്നതുമാണ് എനിക്ക് ഒരു മെയിൻ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഘടകങ്ങൾ. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഡിസൈനർ ഗേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും കാണാം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത ഏരിയാസ് കാണാം. അവിടെയും ഒരു ചെറിയൊരു ഗേറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മെയിൻ എൻട്രൻസ് ഇതാണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വീടിന് 2 എൻട്രൻസ് വരുന്നുണ്ട്. 2 റോഡ് എൻഡ് ചെയ്യണ സ്ഥലത്താണ് ഈ വീട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞൊരു ഡെഡ് എൻഡിൽ വരുന്ന വീടാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പാർക്കിങ്ങും കാര്യങ്ങളെല്ലാം ശരിക്കും വീടിൻ്റെ ബാക്ക് സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ടിൽ നമ്മൾ കണ്ടതുപോലെയല്ല, ബാക്കിലാണ് ശരിക്കും കുറേയും കൂടെ ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ച് ഏരിയയെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിലെയും കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെഡിക്കേറ്റഡ് ആയിട്ട് കവേർഡ് ആയിട്ടുള്ള പാർക്കിംഗ് എല്ലാം നമുക്ക് ബാക്ക് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിതിൻ്റെ ഒരു ബാക്ക് സൈഡിലെ വ്യൂ എന്ന് പറയുന്നത്. ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു ലോൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏരിയ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ക് സൈഡ് നല്ല ഭംഗിയിൽ ടൈലൊക്കെ ഇട്ടിട്ട് അവർ ഇത്രയും ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇത്ര ഒരു ഏരിയ വരുന്നുണ്ട് ആ ലോണും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദറോ ഇതൊക്കെ നടത്താനായിട്ട് ഈ ഒരു ഏരിയ മോർ ദാൻ ഇനഫാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 2 റോഡ് വരുന്നുണ്ട്, 2 എൻട്രൻസ് വരുന്നുണ്ട് ഈ വീടിന്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഓവറോളായിട്ട് ബാക്കിൽ നിന്ന് നമ്മൾ ഈ ഒരു വീട് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് കവേർഡ് ആയിട്ട് വരുന്ന പാർക്കിംഗ് വരുന്നത്. അപ്പോൾ 2 കാർ നമുക്ക് കവേർഡ് ആയിട്ട് പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെയും പാർക്ക് ചെയ്യാം. പിന്നെ ഇത് ഡെഡ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് ഈ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വരാണെങ്കിൽ തന്നെ ഈ റോട്ടിലാണെങ്കിലും നമുക്ക് അത്യാവശ്യം കാറുകളൊക്കെ നമുക്കിവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ആക്ച്വലി 6 കാറോളം പാർക്ക് ചെയ്യാം, ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട്. പാർക്കിങ്ങിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഒരു ഡ്രൈവറുടെ റൂമും അതുപോലെ തന്നെ ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ വേണമെങ്കിൽ ഒരു കെയർ ടേക്കർ റൂമോ അങ്ങനെയൊക്കെ എന്താക്കി വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിന് മാറ്റാൻ പറ്റും. ഇതാണ് ആ ഒരു ഫ്രണ്ടിലെ ഏരിയ. അവിടെ ഇങ്ങനെ സ്റ്റെപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് എല്ലാം വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റും വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിലെ വിശേഷങ്ങൾ നോക്കാം. കയറി വരുമ്പോൾ തന്നെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് മെയിൻ ഡോറ് വരുന്നത്. മെയിൻ ഡോറ് ടീക്കാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഏരിയ ഉണ്ട്. ലിവിങ് ഏരിയയിൽ നമുക്ക് ഹോം ലിഫ്റ്റ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഹോം ലിഫ്റ്റ്. അതുപോലെ തന്നെ സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് പോകാനായിട്ട്. 3 നില ആയതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഹോം ലിഫ്റ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലിവിങ് ഏരിയയും ഒക്കെ നോക്കുകയാണെങ്കിൽ കാണാം ഫോൾ സീലിംഗ് എല്ലാ സ്ഥലത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങും ഡൈനിങ്ങും ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയയുടെ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിലും ലൈറ്റ്സും ഫാനും ഇതുപോലെ ബ്ലൈൻഡ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയ വിൻഡോസാണ് ഈ വീട്ടിൽ നമ്മൾ മിക്കവാറും ഏരിയാസിലെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള കിച്ചണാണ്. അതുപോലെ ക്യാബിനറ്റ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ടീക്കൂഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ വുഡിൻ്റെ സംഭവങ്ങളും നമ്മൾ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെയാണ് ആ വീടിനെ കുറേയും കൂടി ഒരു റിച്ച്നെസ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വർക്ക് ഏരിയ ആണ്. ഇവിടെയാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്രാനൈറ്റ് സ്ലാബ്, അവിടെയും നമ്മൾ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കിച്ചനോട് ബേസ് ചെയ്ത് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ ആ ഒരു ബാക്കിലേക്കുള്ളൊരു എൻട്രിയും കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്മുടെ ഒരു വർക്ക് ഏരിയ എന്നാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ഒരു മൊത്തത്തിലുള്ള ആ ഒരു വ്യൂ. ഇനി നമ്മൾ ഡൈനിങ്ങിലേക്ക് വീണ്ടും വരുമ്പോൾ ഡൈനിങ് ഏരിയയിൽ തന്നെ നമ്മളൊരു പൗഡർ റൂം കൊടുത്തിട്ടുണ്ട്.
ഇതാണ് ആ ഒരു പൗഡർ റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ളൊരു ടോയ്ലറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പൗഡർ റൂം ആക്ച്വലി കൊടുത്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂംസും നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് വരുന്നുണ്ട്. ഇതൊരു കോമൺ ആയിട്ടുള്ളൊരു പൗഡർ റൂമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷനും കാര്യങ്ങളാണ് കാണുന്നത്. ഇനി നമുക്ക് താഴത്തെ ബെഡ്റൂം കാണാം. അപ്പോൾ താഴത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂമാണ്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്, ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ AC കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് മൊത്തത്തിൽ 8 AC നമ്മൾ ഈ ഒരു വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ റൂംസിലും ലിവിങ്ങിലും ഡൈനിങ്ങിലും എല്ലാം നമ്മൾ AC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കതിൻ്റെ ഒരു വാർഡ്രോബ് സ്പേസ് ആണ്. അത് ശരിക്കും പറഞ്ഞൊരു റൂമാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പൊതുവേ നമ്മളിങ്ങനെ ബെഡ്റൂമിൽ നിന്നൊരു വാക്കിംഗ് വാർഡ്രോബ് പോലെയാണ് കാണാറുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവസി മുൻനിർത്തിക്കൊണ്ട് ഒരു റൂം പോലെ തന്നെ ഒരു ചെറിയ റൂമാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ പറഞ്ഞ ക്യാബിനറ്റ്സും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. തൊട്ടിപ്പുറത്ത് നമുക്ക് ടോയ്ലറ്റും വരുന്നുണ്ട്. എല്ലാ ടോയ്ലറ്റ്സിൻ്റെയും കളർ കോമ്പിനേഷൻ സെയിം ആണ്. എല്ലാം വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വീടിൻ്റെ ഒരു ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഞാൻ ഓരോരോ മെറ്റീരിയലും എടുത്ത് പറയുന്നില്ല. പിന്നെ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒത്തിരി വലിയ വിൻഡോസ് ഈ വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ട് മാക്സിമം കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സ്റ്റെയർ കയറുമ്പോഴൊക്കെ ആണെങ്കിലും ഫുൾ ഇങ്ങനെ വിൻഡോസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ സ്റ്റെയർ കയറി അടുത്ത ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെ അഗെയിൻ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ലിവിങ് ഏരിയ ആണ് കാണുന്നത്. അവിടെയും വലിയ വിൻഡോസും ബ്ലൈൻഡ്സും ലൈറ്റ്സും എല്ലാ കാര്യങ്ങളും ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ, അതായത് ഈ ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാം, ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത് 2 ബെഡ്റൂംസാണ്. അപ്പോൾ താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. ആ ഒരു ബെഡ്റൂം പോലെ തന്നെയാണ് എല്ലാ ബെഡ്റൂംസും വരുന്നത്. എല്ലാം വളരെ സ്പേഷ്യസ് ആണ്. അങ്ങനെ ഒരു ബെഡ്റൂം വലുത് ചെറുത് അങ്ങനെയില്ല, എല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബെഡ്റൂംസിൻ്റെയും കളർ കോമ്പിനേഷനും അതുപോലെ ഈവൻ ടോയ്ലറ്റ്സിൻ്റെ ആണെങ്കിലും എല്ലാം കളർ കോമ്പിനേഷനൊക്കെ ഒരുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിങ്ങും കാര്യങ്ങളെല്ലാം ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ അഗെയിൻ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ അതിൻ്റെ ഒരു വാർഡ്രോബ് സ്പേസും കാര്യങ്ങളാണ് കാണുന്നത്. വളരെ നീറ്റായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ വാർഡ്രോബും കാര്യങ്ങളും. പിന്നെ നമ്മൾ അഗെയിൻ നമ്മൾ ടോയ്ലറ്റ് നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴെ കണ്ട പോലെ തന്നെ സെയിം കളർ കോമ്പിനേഷനാണ്. ഓൾറെഡി മിറർ ഉണ്ട്, അതുപോലെ തന്നെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, പാർട്ടീഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ് ത്രൂ ഔട്ട് ഈ ഒരു വീട് ഫുൾ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ബെഡ്റൂമാണ്. അപ്പോൾ മുകളിൽ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. അപ്പോൾ മുകളിൽ കയറി വരുമ്പോൾ ഒരു ലിവിങ് ഏരിയ കണ്ടു, പിന്നെ ഒരു ബെഡ്റൂം കണ്ടു, പിന്നെ മൂന്നാമത്തെ ബെഡ്റൂമാണിത്. ഈ ബെഡ്റൂമിൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്, നമ്മൾ മുമ്പ് കണ്ട പോലെ തന്നെയാണ്. ഇതിലൊരു അഡീഷണൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു ബാൽക്കണി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ റൂമിൻ്റെയും സ്റ്റോറേജ് സ്പേസും ബാത്റൂംസ് എല്ലാം ഒരുപോലെ തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത്. എല്ലാ ബാത്റൂമിലും ഈ പറഞ്ഞ മിറർ, LED ലൈറ്റ്, അതുപോലെ തന്നെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ, പാർട്ടീഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂംസും കാര്യങ്ങളെല്ലാം ഒരുപോലെയാണ്. ഈ ബെഡ്റൂമിന് ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ബെഡ്റൂംസിനെ അപേക്ഷിച്ചിട്ട് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബാൽക്കണി. അപ്പോൾ ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്കൊരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചുറ്റും നമുക്കിതിൻ്റെ വീടുകളാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാൽക്കണി നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വരുന്നത്. അപ്പോൾ മുകളിലത്തെ നിലയിൽ നമ്മൾ കയറുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ താഴെ കണ്ട പോലെ തന്നെ ഒരു നല്ലൊരു ലിവിങ് ഏരിയ വരുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ലിവിങ് ഏരിയ ആണ് വരുന്നത്. ഇത് 3 നില ആയതുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഹോം ലിഫ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയന്ന് ഇവിടേക്ക് ആദ്യം തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു ബാൽക്കണി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ബാൽക്കണി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, മറ്റ് വീടുകളെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഹൈറ്റിലാണ് നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഗ്രീൻ ഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു വ്യൂ ആണ് മെയിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞിരുന്നു 750 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് വരുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ ആ കാണുന്നതാണ് നമുക്ക് സ്റ്റേഡിയം. അത്ര അടുത്താണ് നമുക്ക് സ്റ്റേഡിയം വരുന്നത്. അതാണ് നമുക്ക് ഈ ഒരു അപ്പർ ലിവിങ് ഏരിയയിൽ വരുന്ന കാര്യം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂമും ഒരു ഓഫീസ് റൂം പോലെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓഫീസ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ പഠിക്കുന്ന രീതിയിലോ ഒരു ഓഫീസ് റൂം കോൺസെപ്റ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റിയൊരു ചെറിയൊരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം ഈ ഫ്ലോറിൽ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം കണ്ടു, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം കണ്ടു. ഈ
സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 4ാമത്തെ ബെഡ്റൂമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ശരിക്കും ലിഫ്റ്റ് വയ്ക്കുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ഫ്ലോറും ഒരുപോലെ യൂസ് ചെയ്യും. അല്ലെങ്കിലത്തെ പ്രശ്നം നമ്മൾ കണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് ഇല്ലെങ്കിൽ നോർമലി ഈ ഒരു 3ാമത്തെ ഫ്ലോറിലോട്ട് അധികം ആൾക്കാർ കയറില്ല, പ്രത്യേകിച്ച് പ്രായമായവരും ഒന്നും കയറില്ല. അപ്പോൾ ആ ലിഫ്റ്റ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു 3 ഫ്ലോറും നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ വാർഡ്രോബ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ബാത്റൂം ആണെങ്കിലും സെയിം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യം, സാധാരണ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ വീടുകൾ നോക്കുമ്പോൾ എപ്പോഴും അവർ പല ഡിസൈൻസും പല കളേഴ്സും കൊടുക്കാറുണ്ട്. ഇവർ ഒരേ ഒരു കളർ തീം പിടിച്ചതുകൊണ്ട് നമുക്ക് മാക്സിമം ആ ഒരു റിച്ച്നെസ് നമുക്ക് ആ ഒരു വീട്ടിൽ കൊണ്ടുവരാനായിട്ട് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കളർ ഷെയ്ഡ്സ് ആണെങ്കിലും ഒരു വുഡിനോട് ബേസ് ചെയ്തിട്ടുള്ള കളേഴ്സാണ് നമുക്ക് ടോയ്ലറ്റ്സിലൊക്കെ കൊടുത്തിരിക്കുന്നത്. റൂംസിലൊക്കെ ആണെങ്കിൽ വളരെ ലൈറ്റ് ഒരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. ഈ റൂമിൽ നമ്മൾ തൊട്ട് താഴെ കണ്ട റൂം പോലെ തന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 ബെഡ്റൂംസിന് ബാൽക്കണി വരുന്നുണ്ട്. ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു വലിയ ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ താഴെ കണ്ട ആ റൂമിൻ്റെ സെയിം ഇതാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ആ ഒരു റൂമിൻ്റെ വ്യൂവും കാര്യങ്ങളും എല്ലാം. പിന്നെ നമ്മൾ ലിവിങ്ങിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഇവിടേക്കൊരു ഓപ്പൺ ടെറസ് ഏരിയയും വരുന്നുണ്ട്. നമ്മൾ ഈ ലിവിങ്ങിൽ നിന്ന് നമ്മളൊരു വലിയൊരു ബാൽക്കണി കണ്ടു, പിന്നെ റൂമിൻ്റെ ബാൽക്കണി കണ്ടു. അത് കൂടാതെ ഈ ഒരു ഏരിയ നമുക്കിവിടെ ഒരു ഓപ്പൺ ടെറസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പച്ചക്കറിയോ അങ്ങനെയൊക്കെ കൃഷി ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഹൈറ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു അമേരിക്കൻ സ്റ്റൈൽ വില്ലയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനിയും അടുത്ത ഒരു വ്ളോഗുമായിട്ട് കാണാം. നമ്മൾ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. താങ്ക് യു സോ മച്ച്.